ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റേടിയുമെന്ന് കൊറിന്തോസുകാർ കരുതുന്നത് ആരെ? ഉത്തരം പൗലോസിനെ. 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ 2 സ്വഭാവ സവിശേഷതകൾ. ഉത്തരം സൗമ്യത, ശാന്തത. 3. ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത് ആരോട്? ഉത്തരം കൊറിന്തോസുകാരോട്. 4. തങ്ങളെ ജഡികരായി കാണുന്നവരെ എങ്ങനെ നേരിടാം എന്ന ആത്മവിശ്വാസമാണ് സ്ലീഹായ്ക്കുള്ളത്? ഉത്തരം ധീരമായി. 5. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തിന് ഇടവരുത്തരുതേ എന്നാണ് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ. 6. തങ്ങൾ എന്തു പോരാട്ടമല്ല നടത്തുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ജഡിക പോരാട്ടമല്ല. 7. എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനു വേണ്ടി. 8. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവൻ എന്ത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന്. 9. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് ആരോട്? ഉത്തരം കൊറിന്തോസുകാരോട്. 10. എന്തിനെപ്പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും എനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം തങ്ങളുടെ അധികാരത്തെപ്പറ്റി. 11. എന്നെ നിങ്ങൾ എപ്രകാരം കണക്കാക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി. 12. നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ കണക്കാക്കരുത് എന്ന് പൗലോസ്ലീഹ പറഞ്ഞതാരോട്? ഉത്തരം കൊറിന്തോസുകാരോട്. 13. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം ഈടുറ്റതും ശക്തവും. 14. പൗലോസും സഹശുശ്രൂഷകരും ആരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യാനോ ആണ് തുനിയാത്തത്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ. 15. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവർ. 16. ദൈവം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി പാലിക്കുമെന്ന് വ്യക്തമാക്കുന്ന സ്ലീഹ ആ പരിധിയിൽ ആരും ഉൾപ്പെടുമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം കൊറിന്തോസുകാരും. 17. 10-13 പ്രകാരം ഞങ്ങൾ അതിരുകടന്ന് എന്തു ചെയ്യുകയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആത്മപ്രശംസ. 18. പൂരിപ്പിക്കുക. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. ഉത്തരം അധികാരമണ്ഡലം. 19. എന്തു സ്വായത്തമാക്കി അതിരു കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. 20. അഭിമാനിക്കുന്നവർ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കർത്താവിൽ. 21. 2 കൊറിന്തോസ് 10-18 പ്രകാരം ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ? ഉത്തരം കർത്താവ്. 22. എന്തെന്നാൽ തന്നെത്തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം 10-18.